എല്ലാവർക്കും ഋതൂസ് ലേണിംഗ് സ്പോട്ടിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് IPR അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്തെന്നാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ മൈൻഡിൻ്റെ ഇൻ്റലക്ച്വൽ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഇൻവെൻഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ്സിനെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ റൈറ്റ്സ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ലീഗലായിട്ടുള്ള റൈറ്റ്സ് ആണ്. ഒരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി, അതായത് ഇൻഡസ്ട്രിയലോ സയൻറ്റിഫിക് അല്ലെങ്കിൽ ലിറ്റററിയോ ആർട്ടിസ്റ്റിക് ഫീൽഡിലോ ഉള്ള ഹ്യൂമൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ക്രിയേഷനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ റൈറ്റ്സ് ആണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. ഒരുപാട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട്. നമുക്ക് അവയൊക്കെ എന്താണെന്ന് ഓരോന്നായിട്ട് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് പ്രൊവൈഡ്സ് എൻകറേജ്മെൻറ്റ് ടു ദ ഇൻഡിവിജ്വൽ ഫോർ ന്യൂ ക്രിയേഷൻ. അതായത് ഒരു ഇൻഡിവിജ്വലിന് എന്താണ് ഒരു പുതിയ ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂ ഇൻവെൻഷൻസ് ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻകറേജ്മെൻറ്റ് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് നൽകുന്നുണ്ട്. പിന്നെ പറയുന്നത് പ്രൊവൈഡിങ് ഡ്യൂ റെക്കഗ്നിഷൻ ടു ദ ക്രിയേറ്റേഴ്സ് ആൻഡ് ഇൻവെൻറ്റേഴ്സ്. എൻഷുറിങ് ദ മെറ്റീരിയൽ റിവാർഡ് ഫോർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. അതായത് ഈ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രിയുടെയും ഒക്കെ അവരുടെയൊക്കെ ഇൻവെൻഷൻസിന് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് മെറ്റീരിയൽ റിവാർഡ് എൻഷുർ ചെയ്യുന്നുണ്ട്. പിന്നെ എൻഷുറിങ് ദ അവൈലബിലിറ്റി ഓഫ് ദി ഒറിജിനൽ പ്രോഡക്റ്റ്. അതായത് ഒറിജിനൽ പ്രോഡക്റ്റിൽ നമ്മൾ ഇൻവെൻറ്റ് ചെയ്യുന്ന ഒറിജിനൽ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യുന്നതിന് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് വഴി സാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ റൈറ്റ്സ് നൽകുന്ന എന്തായാലും ഒരു ഒറിജിനൽ ക്വാളിറ്റി പ്രോഡക്റ്റിന് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ക്രിയേറ്റിവിറ്റിക്കായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഒറിജിനൽ പ്രോഡക്റ്റ് ലഭിക്കുന്നതിന് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എൻഷുർ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഫോർ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ടെക്നോളജിക്കൽ സെക്ടർ. അതായത് എക്കണോമിക് ഗ്രോത്തിലും അതുപോലെ തന്നെ അഡ്വാൻസ്മെൻറ്റ് ടെക്നോളജിക്കൽ സെക്ടറിലുള്ള അഡ്വാൻസ്മെൻറ്റ്സിനും ഇത് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഇനി നമുക്കിത് ഓരോ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് പേറ്റന്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് റൈറ്റ് എന്ന് പറയുന്നതാണ്. എന്താണ് പേറ്റന്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് റൈറ്റ് എന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു ഇൻവെൻഷന് കൊടുക്കുന്ന ഒരു പ്രത്യേക റൈറ്റാണ് ഈ ഓണർഷിപ്പ് റൈറ്റ് അല്ലെങ്കിൽ പേറ്റന്റ് റൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഒന്നെങ്കിൽ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിനോ പ്രോഡക്റ്റിനോ കൊടുക്കുന്നതായിരിക്കാം. പിന്നെ ഈ ഒരു റൈറ്റ്, പേറ്റന്റ് ഓണർഷിപ്പ് റൈറ്റിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് 20 years ആണ്. 20 വർഷമാണ് ഈ പേറ്റന്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് റൈറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പേറ്റന്റ് നൽകുന്ന ഒരു പ്രോഡക്റ്റ് അത് ആര് ഉപയോഗിക്കണം, ആര് ഉപയോഗിക്കരുത് എന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു അവകാശം ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഓണർക്ക്, പേറ്റന്റ് ഓണർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഈ പേറ്റന്റ് ഓണറിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിന് ലൈസൻസ് നൽകുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിനുള്ള അനുമതിയോ നൽകുന്നതിനുള്ള ഒരു റൈറ്റ് ഉണ്ട്. പിന്നീട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേറ്റന്റ് മറ്റൊരാൾക്ക് വിൽക്കുന്നതിന് ഈ പേറ്റന്റ് ഓണർക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഈ ഒരു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 20 വർഷമാണ് പേറ്റന്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് റൈറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നീട് ഓപ്പൺ മാർക്കറ്റിലേക്ക് വരികയാണ്. അവിടെ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളോ ഒന്നുമില്ല. ആ ഒരു പ്രോഡക്റ്റ് ആർക്കും യൂസ് ചെയ്യാം, ആർക്കും എന്തും ചെയ്യാം ആ ഒരു കാലാവധി കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ ഒരു സിമ്പൽ എന്ന് പറയുന്നത്
നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഒരു റൗണ്ടിൽ പേറ്റൻറ്റഡ്, അതും അല്ലെങ്കിൽ ഒരു സർക്കിളിൽ പി എന്ന് കൊടുത്തിട്ടൊരു സിമ്പൽ ആയിരിക്കും ഇതിന് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രേഡ് മാർക്കാണ്. എന്താണ് ട്രേഡ് മാർക്ക് എന്ന് നമുക്ക് നോക്കാം. ഈ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഈ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ഇത് ഒരു പക്ഷെ വേർഡ്സ് ആവാം, ലെറ്റേഴ്സ് ആവാം, നമ്പേഴ്സ് ആവാം, സിമ്പിൾ അല്ലെങ്കിൽ ഷേപ്പ്, അങ്ങനെയുള്ള എന്തെങ്കിലും ആവാം. നമുക്കൊരു പ്രത്യേക ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമുക്ക് മറ്റു ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ഇതെന്താണ്, ഒരു കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റ് ഈസിലി പെട്ടെന്ന് അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇത് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. പിന്നെ ഇത് ഓണർക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. ഒരു പ്രോഡക്റ്റിന്റെ ഓണർക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രോഡക്റ്റ് കൂടുതൽ സേഫ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയുന്നതിനും അത് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനുമൊക്കെ ഈ ഒരു ട്രേഡ് മാർക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. പിന്നെ ഈ ഒരു ട്രേഡ് മാർക്ക് നൽകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ അതിന് ശേഷമോ എന്ത് നൽകുന്നുണ്ട്, ഈ ഒരു ട്രേഡ് മാർക്ക് നൽകുന്നുണ്ട്. പിന്നെ ഈ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്ന ഈ ഒരു സംഭവം 10 വർഷത്തിന് ശേഷം നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. 10 വർഷം കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ട്രേഡ് മാർക്ക് അതിനെ അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനെ ബ്രാൻഡ് പൈറസി എന്നാണ് പറയുന്നത്. ബ്രാൻഡ് പൈറസി, ഈ ഒരു ട്രേഡ് മാർക്കിനെ നമ്മൾ ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്ന ഒരു ഒഫൻസ് ആണ്. അതിനെ നമ്മൾ അറിയപ്പെടുന്നത് ബ്രാൻഡ് പൈറസി എന്നാണ്. ഈ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും TM, അതായത് ഒരു സർക്കിളിനകത്ത് TM എന്ന് കൊടുത്തിരിക്കുന്നതാണ്. നമുക്കത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് താഴെ കാണുന്നുണ്ടായിരിക്കും RTM. അതിൽ TM എന്ന് പറയുന്നത് അൺരജിസ്റ്റേർഡ് ട്രേഡ് മാർക്കാണ്. TM എന്ന് പറയുന്നത് അൺരജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക്. പിന്നെ R എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കാണ്. രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കാണ് നമ്മൾ സർക്കിളിനുള്ളിൽ ക്യാപിറ്റൽ R കൊടുത്ത് എഴുതുന്നത്. അപ്പം ട്രേഡ് മാർക്ക് എന്താണെന്ന് മനസ്സിലാക്കാണ് നമ്മളൊരു പ്രത്യേക പ്രോഡക്റ്റ് ഒക്കെ നമുക്ക് ഈ ഒരു ട്രേഡ് മാർക്ക് വഴി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത മൂന്നാമത്തത് കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരൊക്കെ പറയുന്ന കൂടുതൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ലൈക്ക് കോപ്പിറൈറ്റ് കിട്ടി. നമ്മൾ ചില മ്യൂസിക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചില സംവിധായകന്മാരുടെ മ്യൂസിക്കിനൊക്കെ കോപ്പിറൈറ്റ് ഉണ്ട്, അത് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്താണ് കോപ്പിറൈറ്റ്? കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ലീഗൽ മൊണോപ്പൊളി ദാറ്റ് പ്രൊട്ടക്ട്സ് പബ്ലിഷ്ഡ് ഓർ അൺപബ്ലിഷ്ഡ് ഒറിജിനൽ വർക്ക് ഫ്രം അൺഓതറൈസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ വിത്തൗട്ട് ഡ്യൂ ക്രെഡിറ്റ് ആൻഡ് കോമ്പൻസേഷൻ. അതായത് ഒരാളുടെ ഒരു സൃഷ്ടി, ഒരു വർക്ക്, അത് പബ്ലിഷ് ചെയ്തതോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാത്തതോ ആയിക്കോട്ടെ, അത് അനുവാദമില്ലാതെ മറ്റൊരാൾക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അത് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈം പ്രൊട്ടക്ഷൻ ആണ്. അതായത് ഒരു വർക്കിന്, ഒരാളുടെ ഒരു വർക്കിന് നമ്മൾ കൊടുക്കുന്ന ലൈഫ് ടൈം പ്രൊട്ടക്ഷൻ ആണ് ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അത് ഏകദേശം 50 വർഷമാകാം അല്ലെങ്കിൽ 100 വർഷമാകാം. അപ്പോൾ ഈ ലൈഫ് ടൈം പ്രൊട്ടക്ഷൻ ഈ കോപ്പിറൈറ്റ് നൽകുന്നുണ്ട്. ഈ ഒരു കോപ്പിറൈറ്റ് നൽകുന്നത് ബുക്സ്, അഡ്വർടൈസ്മെന്റ്, ആർട്ടിക്കിൾസ്, ഡിസൈൻസ്, ലേബൽസ്, ലെറ്റേഴ്സ്, മെയിൽസ്, മാപ്പ്, ലിറിക്സ്, മ്യൂസിക്, പ്രോഡക്റ്റ് ഡിസൈൻ, കൊറിയോഗ്രഫി, പോയംസ്, പ്ലേസ്, പെയിന്റിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ കോപ്പിറൈറ്റ് എന്നുള്ള ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോപ്പിറൈറ്റ് വിൽക്കാൻ പറ്റും. ഈ ഒരാൾക്ക് അയാളുടെ സ്വന്തം ക്രിയേഷൻ, അയാളുടെ സ്വന്തം വർക്കിലുള്ള ഒരു കോപ്പിറൈറ്റ് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാൻ പറ്റും. അങ്ങനെ വിൽക്കുന്നതോടെ മറ്റൊരാൾക്ക് ഈ ഒരു വർക്ക് എന്ത് ചെയ്യാനോ, കോപ്പി ചെയ്യാനോ, മാറ്റം വരുത്താനോ ഒക്കെ സാധിക്കും. അതിനെ നമ്മൾ പറയുന്നതാണ് റോയൽറ്റീസ് എന്ന് പറയും. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, റോയൽറ്റി വാങ്ങിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം
അതിനെയാണ് നമ്മൾ റോയൽറ്റി എന്ന് പറയുന്നത്. ഒരാളുടെ വർക്കിൻ്റെ കോപ്പിറൈറ്റ് നമ്മൾ മറ്റൊരാൾക്ക് വിൽക്കുന്നു. അതിൻ്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും, ഒരു സർക്കിളിൽ സി പോലെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോപ്പിറൈറ്റ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. കോപ്പിറൈറ്റ് സിംപ്ലി ഇത്രയേ ഉള്ളൂ. പബ്ലിഷ് ചെയ്തതോ അല്ലെങ്കിൽ അൺപബ്ലിഷ്ഡ് ആയ ഒരു ഒറിജിനൽ വർക്ക്, ഒരാളുടെ ഒരു വർക്ക്, അത് എന്താ ലിറിക്സ് ആവാം, മ്യൂസിക് ആവാം, ബുക്സ് ആവാം, ഡിസൈൻസ്, ആർട്ടിക്കിൾസ്, പോയംസ്, പ്ലേസ്, പെയിൻറ്റിങ്സ്, എന്തുമാവാം. അവയ്ക്ക് നൽകുന്ന ഒരു റൈറ്റാണ് കോപ്പി റൈറ്റ്. അതായത് മറ്റൊരാൾക്ക് അനുവാദം കൂടാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ കോപ്പി ചെയ്യാനോ യൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അടുത്ത ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻ്റെ എക്സാമ്പിളാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ GI എന്നാണ് അതിനെ സിംബലൈസ് ചെയ്യുന്നത്. അപ്പം ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ കോഴിക്കോടൻ ഹൽവ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ, കോഴിക്കോടൻ ഹൽവ. അതുപോലെ തന്നെ കാഞ്ചീപുരം സാരി, ചന്തേരി സിൽക്സ്, പിന്നെന്താ ഷിംല ആപ്പിള് അല്ലേ, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ, ഓരോ പ്രോഡക്റ്റിനും ആ പ്രോഡക്റ്റിൻ്റെ മുൻപിൽ എന്തുണ്ടായിരിക്കും, ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഒറിജിൻ ഓഫ് പ്ലേസ് അല്ലേ, ആ ഒരു പ്രോഡക്റ്റ് ഒറിജിൻ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിൻ പ്ലേസും കൂടി കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം അത്തരത്തിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ എന്താണ് പ്ലേസ്, ഒറിജിൻ പ്ലേസ് ഇനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് എന്താണ്, ഈ പ്ലേസ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ വില്ലേജ് ആവാം, ടൗൺ ആവാം, റീജിയൺ അല്ലെങ്കിൽ കൺട്രി എന്ത് തന്നെയും ആവാം. അതുപോലെ തന്നെ ഈ ഒരു ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ക്ലൈമറ്റിക് കണ്ടീഷൻസോ സോയിലോ അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും ഒരു പ്രോഡക്റ്റിന് ആ ഒരു ഇത് കൊടുക്കുന്നത്. ആ പ്രോഡക്റ്റിന് ആ ഒരു ജോഗ്രഫിക്കൽ നെയിമും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ കോഴിക്കോടൻ ഹൽവ, കാഞ്ചീപുരം സാരി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ തന്നെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്. ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഓരോ പ്രോഡക്റ്റിനും ഓരോ പ്രത്യേക ഡിസൈൻസ് ഉണ്ട്. നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൊക്കക്കോളയുടെ കുപ്പി കണ്ടിട്ടുണ്ടല്ലേ, അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ കൊക്കക്കോളയുടെ ആണെന്ന് അല്ലേ. അപ്പം ഓരോ പ്രോഡക്റ്റിനും അതിൻ്റേതായ ഒരു ഡിസൈൻ ഉണ്ട്. എന്താണ് അതിൻ്റെ ഒരു ഫോർമൽ അപ്പിയറൻസ്, ഒരു പ്രോഡക്റ്റിൻ്റെ ഫോർമൽ അപ്പിയറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിസൈൻസിൽ. ഓരോ ഇൻഡസ്ട്രിക്കും എന്താണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ഡിസൈൻസ് ഉണ്ട്. ഓരോ ഇൻഡസ്ട്രിക്കും അവരുടേതായിട്ടുള്ള ഡിസൈൻ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു അവകാശവും ഉണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് എന്ന് വെച്ചാൽ എന്താ, ഒരു പ്രോഡക്റ്റിന് കൊടുത്തിട്ടുള്ള ഫോർമൽ അപ്പിയറൻസിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ നമ്മുടെ കൺട്രിയിലും ഈ ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഈ ഇൻഡസ്ട്രിയൽ ഡിസൈൻസിൻ്റെ ഒക്കെ ഒരു ഇത് നമ്മുടെ കൺട്രിയിലും വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ട്രേഡ് സീക്രട്സ്. ട്രേഡ് സീക്രട്സ് എന്തെന്ന് വെച്ചാൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ബിസിനസ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡിസൈൻ, ഇൻസ്ട്രുമെൻറ്റ്, പാറ്റേൺ, ഇതൊക്കെയാണ് ട്രേഡ് സീക്രട്സ് എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ലേ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പം എന്തെങ്കിലും നമ്മൾ പറയാം അത് ട്രേഡ് സീക്രട്ടാണ്, ഞാനത് ആരോടും പറയത്തില്ല എന്നൊക്കെ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴൊക്കെ ചിലർ പറയാറുണ്ട്. അതെന്താ അങ്ങനെ പറയുന്നത്? ഒരു പ്രോഡക്റ്റിന് എന്താണ് അതിപ്പം വിപണിയിൽ മാർക്കറ്റിൽ കൊണ്ടുവരും. അപ്പം അതിപ്പം ഒരു റീച്ച് അതിന് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ട്രേഡ് സീക്രട്ട് ഉണ്ടാവും അല്ലേ. അതൊരു പക്ഷേ സെയിൽസ് മെത്തേഡ് ആവാം അല്ലേ, വിൽക്കുന്ന രീതി, ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആവാം, കസ്റ്റമർ പ്രൊഫൈൽ മെയിൻ്റനൻസ് ആയിരിക്കും അല്ലേ. എന്താണ് ചില ഇടത്തൊക്കെ ചെന്നാൽ കസ്റ്റമേഴ്സിന് നന്നായിട്ട് ട്രീറ്റ് ചെയ്യും അല്ലേ. അതൊക്കെ അവരുടെ ട്രേഡ് സീക്രട്സ് ആണ്. അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജി അല്ലേ, പരസ്യങ്ങൾ കൊടുക്കുന്നതിനുള്ള സ്ട്രാറ്റജി, മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഇതൊക്കെയാണ് ട്രേഡ് സീക്രട്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ന്യൂ പ്ലാന്റ് വെറൈറ്റി. അതായത് കാർഷിക ജീവ വൈവിധ്യത്തെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റൈറ്റാണിത്, പ്രൊട്ടക്ഷൻ ഓഫ് ന്യൂ പ്ലാന്റ് വെറൈറ്റി. അതായത് നമ്മുടെ ഇന്ത്യയിൽ ന്യൂ പ്ലാന്റ് വെറൈറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് 2001 പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ ആൻഡ് ഫാമേഴ്സ് റൈറ്റ് ആക്ട്
കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിലവിൽ വരുന്നത് 2005 ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പുതിയ കാർഷിക ഇനം വിളകൾ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ പുതിയ പ്ലാന്റ്സ് വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ആക്ട് അല്ലെങ്കിൽ ഈ ഒരു റൈറ്റ് വന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം, കുറച്ച് ഒരുപാട് വലുതാവാതെ തന്നെ കായ്ക്കുന്ന വൃക്ഷങ്ങളുണ്ട്, തെങ്ങുണ്ട്, മാവുണ്ട് അല്ലേ, ചെറുതായിട്ടിരിക്കുമ്പോൾ തന്നെ അപ്പോൾ അതൊക്കെ ന്യൂ പ്ലാന്റ് വെറൈറ്റീസ് ആണ് അല്ലേ. അപ്പം അങ്ങനെയുള്ളതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് പ്രൊട്ടക്ഷൻ ഓഫ് ന്യൂ പ്ലാന്റ് വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, പേറ്റൻറ്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, ട്രേഡ് സീക്രട്സ്, പ്രൊട്ടക്ഷൻ ഓഫ് ന്യൂ പ്ലാന്റ് വെറൈറ്റി ഇവയെല്ലാം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താണെന്ന് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.